18th chapter, Indian financial market. You are fully aware that business units have to raise short-term as well as long-term funds to meet their working and fixed capital requirements for time to time. The objectives of Indian financial market. Indian financial market objectives എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ ഉൾപ്പെടുക. ഫസ്റ്റ്, എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ധർമ്മങ്ങൾ. നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൻ്റെ സ്വഭാവവും പ്രാധാന്യവും. നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ടൈപ്സ് ആൻഡ് നേച്ചർ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം. എക്സ്പ്ലെയിൻ ദി നേച്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ധർമ്മങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഫസ്റ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്. എന്താണ് ഫിനാൻഷ്യൽ? വാട്ട് ഈസ് ദ ടേം ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നോട് എന്താണ് ഉദ്ദേശിക്കുക? ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദോസ് ഹു ഇൻവെസ്റ്റ് മണി ഓർ ലെൻഡ് മണി ആൻഡ് ദോസ് ഹു ബോറോ ഓർ യൂസ് ദി മണി. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ഒരു ലിങ്കാണ് ബിറ്റ്വീൻ ദോസ് ഹു ഇൻവെസ്റ്റ് മണി ഓർ ലെൻഡ് മണി. ആരാണോ പണം നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ പണം കൊടുക്കുന്നത്, ഓർ ദോസ് ഹു ബോറോ ഓർ യൂസ് ദി, ആരിൽ നിന്നാണോ പണം സ്വീകരിക്കുക അല്ലെങ്കിൽ പണം യൂസ് ചെയ്യുന്നത്, അവർ തമ്മിലുള്ള ഒരു ലിങ്കാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ആക്ട് ആസ് എ ലിങ്ക് between those who invest money or those who borrow money or those who lend money or those who use the money. It facilitates this function by acting as an intermediary between the borrowers and lenders of the money. Between the borrowersഉം ലെൻഡേഴ്സും തമ്മിലുള്ള ഒരു ഇൻ്റർമീഡിയറിയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. നെക്സ്റ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്? A bill of exchange is an instrument in writing containing an unconditional order signed by the maker, directing a certain person to pay a certain sum of money. അതായത് ഒരു നിശ്ചിത തുക ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു. only to or to the order of a certain person. ആ certain personന്റെ ഓർഡറോട് അനുസരിച്ച് മാത്രം. or to the bearer of the instrument. ഇതാണ് bill of exchange. നെക്സ്റ്റ്, പ്രോമിസറി നോട്ട്. എന്താണ് പ്രോമിസറി നോട്ടും ഒരു റൈറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. പ്രോമിസറി നോട്ട് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് സൈൻഡ് ബൈ എ മേക്കർ ടു പേ എ സെർട്ടൈൻ സം ഓഫ് മണി ഓൺലി ടു ഓർ ദി ഓർഡർ ഓഫ് എ സെർട്ടൈൻ പേഴ്സൺ ഓർ ടു ദി ബെയറർ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ധർമ്മങ്ങൾ. ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ഫെസിലിറ്റീസ് ഫോർ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ബോറേഴ്സ്. ഇൻവെസ്റ്റേഴ്സും ബോറോവേഴ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, നമ്പർ 2, ഇറ്റ് പ്രൊവൈഡ്സ് പ്രൈസിംഗ് ഇൻഫർമേഷൻ റിസൾട്ടിംഗ് ഫ്രം ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ദി മാർക്കറ്റ് വെൻ ദേ ട്രേഡ് ദി ഫിനാൻഷ്യൽ അസറ്റ്സ്. ഇറ്റ് പ്രൊവൈഡ്സ് pricing information resulting from the interaction between the buyers and sellers in the market. ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ. തേർഡ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ടു ഡീലിങ്സ് ഇൻ ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ ഡീലിങ്സിൽ ഒരു സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നു, സെക്യൂരിറ്റി നൽകുന്നു. Fourth one, it ensures liquidity by providing a mechanism for an investor to sell the financial assets. To ensure ഒരു ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുന്നു. ഒരു ഇൻവെസ്റ്റർക്ക് ടു ഫിനാൻഷ്യൽ അസറ്റ്സ് വിൽക്കുമ്പോൾ ഒരു ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുന്നു. ലാസ്റ്റ് വൺ, it ensures low cost of transactions and information. വളരെ കുറഞ്ഞ ചെലവിൽ ഉറപ്പുവരുത്തുന്നു. ലോ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇൻഫർമേഷൻസ്. അടുത്ത ടോപ്പിക്ക്, ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിന് ദർ ആർ 2 ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ. പ്രധാനമായും 2 തരത്തിലുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റാണുള്ളത്. എ ഫിനാൻഷ്യൽ മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് 2 മേജർ സെഗ്മെന്റ്സ്.
മണി മാർക്കറ്റ്, നമ്പർ 1 മണി മാർക്കറ്റ്, നമ്പർ 2 ക്യാപിറ്റൽ മാർക്കറ്റ്. അതിൽ ഫസ്റ്റ് വൺ, എന്താണ് മണി മാർക്കറ്റ്? മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ്. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ്, ഹ്രസ്വകാല ഫണ്ടിന് വേണ്ടിയുള്ള, വിച്ച് ഡീൽസ് വിത്ത് ഇൻ ഫിനാൻഷ്യൽ അസറ്റ്സ് ഹൂസ് പീരീഡ് ഓഫ് മെച്യൂരിറ്റി അപ് ടു 1 year. ഷോർട്ട് ടേം ഫണ്ട്സിൻ്റെ കാലാവധി നമ്മൾ പഠിച്ചതാണ്. ഏറ്റവും കുറഞ്ഞ കാലാവധി അപ് ടു 1 year, മാക്സിമം പോയാൽ 1 year ഓർ 6 months. അത്തരത്തിലുള്ള മാർക്കറ്റ് എന്താ പറയുക? മണി മാർക്കറ്റ്. It should be noted that money market does not deal in cash or money as such. It should be noted that, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മണി മാർക്കറ്റ് എന്നോട് ഉദ്ദേശിക്കുക ഡസ് നോട്ട് ഡീൽ ഇൻ ക്യാഷ് ഓർ മണി, ക്യാഷോ പണപരമായിട്ടോ ബന്ധപ്പെടുന്നതല്ല. സച്ച് ബട്ട് സിംപ്ലി പ്രൊവൈഡ്സ് എ മാർക്കറ്റ് ഫോർ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ്. അതായത് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് വേണം. ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, കൊമേഴ്സ്യൽ പേപ്പർ, ട്രഷറി ബിൽസ് എക്സെട്ര. These financial business units, other organizations and the government to borrow the funds to meet their short term requirements. അതായത് ഗവൺമെൻറ്റിനോ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾക്കോ അവരുടെ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ മണി മാർക്കറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫണ്ട് മണി മാർക്കറ്റ് യൂസ് ചെയ്യുക. അതായത് 2 തരത്തിലുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റാണ്, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. മണി മാർക്കറ്റ് പ്രധാനമായി യൂസ് ചെയ്യുക ഷോർട്ട് ടേം ഫണ്ട്സിന് വേണ്ടിയാണ്. മാക്സിമം കാലാവധി അപ് ടു 1 year ആണ് മെച്യൂരിറ്റി പീരീഡ്. അതുപോലെ തന്നെ ക്യാഷോ മണിയോ ഇതിൽ ഡീൽ ചെയ്യുന്നില്ല. ഇത് കുറ്റവും കൂടുതൽ ഡീൽ ചെയ്യുക ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് എക്സെട്ര. അതുപോലെ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ബിസിനസ് യൂണിറ്റിനെ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ഷോർട്ട് ടേം റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, മണി മാർക്കറ്റ് ഡസ് നോട്ട് ഇംപ്ലൈ ടു എനി സ്പെസിഫിക് മാർക്കറ്റ് പ്ലേസ്. മണി മാർക്കറ്റ് എന്നാൽ ഒരു സ്പെസിഫിക്, ഒരു നിശ്ചിത മാർക്കറ്റ് പ്ലേസ് അല്ല. റാദർ റെഫേഴ്സ് ടു ദി ഹോൾ നെറ്റ്വർക്ക് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡീലിംഗ് ഇൻ ഷോർട്ട് ടൈം ഫണ്ട്സ്. ഷോർട്ട് ടൈം ഫണ്ട്സ് ഡീല് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. വിച്ച് പ്രൊവൈഡ്സ് ആൻ ഔട്ട്ലെറ്റ് ടു ലെൻഡേഴ്സ് ആൻഡ് സോഴ്സ് ഓഫ് സപ്ലൈ ഫോർ സച്ച് ഫണ്ട്സ് ടു ബോറോവേഴ്സ്. Most of the money market transaction takes place on telephone, fax or internet. കൂടുതൽ മണി മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് നടത്തുക ടെലിഫോണിൽ കൂടെയോ ഫാക്സ് വഴിയോ ഇൻ്റർനെറ്റ് വഴിയോ ആണ്. ഇന്ത്യൻ മണി മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ്, ഇന്ത്യൻ മണി മാർക്കറ്റിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കൊമേഴ്സ്യൽ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, മറ്റ് അതർ സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട് മണി മാർക്കറ്റിൽ. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ദി ലീഡർ ഓഫ് ദി മണി മാർക്കറ്റിൻ്റെ. ഇന്ത്യയിലെ മണി മാർക്കറ്റിനെ ലീഡ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞു വെക്കാം. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് മാർക്കറ്റ് പ്ലേസ് അല്ല, അതൊരു ഹോൾ വർക്കിൻ്റെ ശൃംഖലയാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ മൊത്തം ഒരു നെറ്റ്വർക്കാണ് വരിക. കൂടുതലായിട്ട് യൂസ് ചെയ്യുക ഷോർട്ട് ടൈം ഫണ്ട്സിന് വേണ്ടിയാണ് യൂസ് ചെയ്യുക. കൂടുതലും മണി മാർക്കറ്റുകൾ ഡീൽ ചെയ്യുക, ട്രാൻസാക്ഷനുകൾ കൈകാര്യം ചെയ്യുക ഡയറക്റ്റ് അല്ല, അത് ടെലിഫോണിൽ കൂടെയോ ഫാക്സ് വഴിയോ അല്ലെങ്കിൽ ത്രൂ ഇൻ്റർനെറ്റ്, ടെലിഫോൺ ഓർ ഫാക്സ്. അതുപോലെ ഇന്ത്യൻ മണി മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് റിസർവ് ബാങ്ക്. ഇന്ത്യൻ മണി മാർക്കറ്റിൽ അടങ്ങിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കൊമേഴ്സ്യൽ ബാങ്കുകൾ, കോപ്പറേറ്റീവ്സ് ബാങ്കുകൾ, മറ്റ് സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ. അതുപോലെ ഇന്ത്യയിലെ മണി മാർക്കറ്റിനെ ലീഡ് ചെയ്യുക ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പ്രധാനമായും 2 തരത്തിലുള്ള മാർക്കറ്റാണ് നമ്മൾ പഠിച്ചത്, ഫിനാൻഷ്യൽ മാർക്കറ്റുകളാണ് പഠിച്ചത്. മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. നെക്സ്റ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിന് ശേഷം ക്യാപിറ്റൽ മാർക്കറ്റിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. എന്തെല്ലാമാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്? ഫോളോയിങ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ സെക്യൂരിറ്റീസ്. ആദ്യത്തെ ഫസ്റ്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക കോൾ മണി. എന്താണ് കോൾ മണി? കോൾ മണി ഈസ് മെയിൻലി യൂസ്ഡ് ബൈ ദി ബാങ്ക്സ്. സാധാരണയായി കോൾ മണി കൂടുതലും യൂസ് ചെയ്യുക ബാങ്കുകളാണ്. അതായത് കൊമേഴ്സ്യൽ ബാങ്കുകൾ, RBI, കോപ്പറേറ്റീവ് ബാങ്കുകൾ, അത്തരത്തിലുള്ള ബാങ്കുകളാണ്. എന്തിനു വേണ്ടിയാണ് കോൾ മണി? ടു മീറ്റ് ദർ ടെമ്പററി റിക്വയർമെൻറ്റ് ഓഫ് ക്യാഷ്. ക്യാഷിൻ്റെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കോൾ മണി ബാങ്കുകൾ യൂസ് ചെയ്യുക. They borrow and lend money from each other
നോർമലി ഓൺ എ ഡെയിലി ബേസിസ്. ബാങ്കുകൾ ഇത്തരത്തിലുള്ള പണം ലെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോറോ ചെയ്യുന്നത് മറ്റു ഉള്ളവരിൽ നിന്നും നോർമലി ഡെയിലി ബേസിസിലാണ് ബോറോ ചെയ്യാതെ ലെൻഡ് ചെയ്യുക. ഇറ്റ് ഈസ് റീപേബിൾ ഓൺ ഡിമാൻഡ്. ഡിമാൻഡിനനുസരിച്ചാണ് പേബിൾ ചെയ്യുക. ആൻഡ് ഇറ്റ്സ് മെച്യൂരിറ്റി പീരീഡ്സ് വേരീസ് ബിറ്റ്വീൻ 1 day to a fortnight. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അർദ്ധ ഫോർട്ട്നൈറ്റ് വരെ ആയിരിക്കും അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവുക. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ കോൾ മണി ലോൺ ഈസ് നോൺ ആസ് കോൾ. അതായത് ഈ കോൾ മണിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതിന് വിളിക്കുന്ന പേരാണ് കോൾ റേറ്റ്. കോൾ മണിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിന് വിളിക്കുന്ന പേരാണ് കോൾ റേറ്റ്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ കോൾ മണി ഈസ് നോൺ ആസ് കോൾ റേറ്റ്. നെക്സ്റ്റ്, ട്രഷറി ബില്ല്. എന്താണ് ട്രഷറി ബില്ല്? ട്രഷറി ബില്ല് എന്ന് പറയുന്നത് ഒരു പ്രോമിസറി നോട്ടാണ്. ഇഷ്യൂഡ് ബൈ ദി RBI. RBI ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോമിസറി നോട്ടാണ് ട്രഷറി ബില്ല്. എന്തിനു വേണ്ടിയാണ് RBI ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുക? ടു മീറ്റ് ദി ഷോർട്ട് ടൈം റിക്വയർമെൻറ്റ് ഓഫ് ഫണ്ട്സ്. അത് ഷോർട്ട് ടൈം ഫണ്ടിൻ്റെ ഷോർട്ട് ടൈം റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ട്രഷറി ബില്ല് RBI പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുക. ട്രഷറി ബിൽസ് ആർ ഹൈലി ലിക്വിഡ് ഇൻസ്ട്രുമെൻറ്റ്. ട്രഷറി ബില്ലുകൾ ഏറ്റവും ഹൈലി ലിക്വിഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ദാറ്റ് മീൻസ് അറ്റ് എനി ടൈം ദി ഹോൾഡർ ഓഫ് ട്രഷറി ബിൽസ് ക്യാൻ ട്രാൻസ്ഫർ. ഏത് സമയത്തും ട്രഷറി ബില്ലിൻ്റെ ഹോൾഡർക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഓർ ഗെറ്റ് ഇൻ ഡിസ്കൗണ്ട് ഫ്രം RBI, അല്ലെങ്കിൽ RBIയിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്യാനായിട്ട് ലഭിക്കുന്നു. ദീസ് ബിൽസ് ആർ നോർമലി ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ലെസ് ദാൻ ഫേസ് വാല്യൂ. ഈ ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുക ഫേസ് വാല്യൂയെ കഴിഞ്ഞും കുറഞ്ഞ പൈസയ്ക്കായിരിക്കും. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ മുഖവിലയെ കഴിഞ്ഞും കുറഞ്ഞ വിലയിലായിരിക്കും ഇഷ്യൂ ചെയ്യുക, ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുക. പാർ വാല്യൂ അതുപോലെ ഫേസ് വാല്യൂ ഒക്കെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്നതാണ്. ആൻഡ് റെഡീംഡ് അറ്റ് ഫേസ് വാല്യൂ. സോ the difference between the issue price and the face value of the treasury bill represents the interest on the investment. Difference between the issue price and the face value of the treasury bill. ഇഷ്യൂ ചെയ്യുന്ന പ്രൈസും ട്രഷറി ബില്ലിൻ്റെ ഫേസ് വാല്യൂയും തമ്മിലുള്ള ബിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. ദീസ് ബിൽസ് ആർ സെക്യൂർഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഇഷ്യൂഡ് ഫോർ എ പീരീഡ് ഓഫ് നോട്ട് എക്സീഡിങ് 364, അതായത് ഡേയ്സ്, 364 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് അടുത്ത് കൂടുതൽ ഇത് ട്രഷറി ബില്ല് അനുവദിക്കുന്നില്ല, അതിൻ്റെ കാലാവധി നിലനിൽക്കുന്നില്ല. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കോർപ്പറേഷൻസ് നോർമലി പ്ലേ മേജർ റോൾ ഇൻ ദി ട്രഷറി ബിൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കോർപ്പറേഷൻസിനും നല്ല പ്രധാന പങ്ക് വഹിക്കുന്നു. ട്രഷറി ബിൽ മാർക്കറ്റിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നു. നെക്സ്റ്റ്, കൊമേഴ്സ്യൽ പേപ്പർ. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഫസ്റ്റ് കോൾ മണി, സെക്കൻഡ് വൺ ട്രഷറി ബിൽ, നെക്സ്റ്റ് കൊമേഴ്സ്യൽ പേപ്പർ ഓർ CP എന്നാണ് പറയുന്നത് ഷോർട്ട് ഫോം. കൊമേഴ്സ്യൽ പേപ്പറിൻ്റെ ഷോർട്ട് ഫോം ആണ് CP. കൊമേഴ്സ്യൽ പേപ്പർ ഈസ് എ പോപ്പുലർ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഫിനാൻസിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് കമ്പനീസ്. കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത് പോപ്പുലർ ഇൻസ്ട്രുമെൻ്റ് ആണ് ഫോർ ഫിനാൻസിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ കമ്പനി. കമ്പനികളുടെയും പ്രവർത്തന മൂലധനത്തിന് ആവശ്യവുമായി ബന്ധപ്പെട്ട് ഫിനാൻസിങ്ങിന് വേണ്ടിയാണ് കൊമേഴ്സ്യൽ പേപ്പറുകൾ യൂസ് ചെയ്യുക. ദ CP ഈസ് ആൻ അൺസെക്യൂർഡ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ഇൻ ദി ഫോം ഓഫ് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ടിൻ്റെ രൂപത്തിലാണ് കൊമേഴ്സ്യൽ പേപ്പറുകളും ഇഷ്യൂ ചെയ്യുക. ദിസ് ഇൻസ്ട്രുമെൻറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1990 ടു എനേബിൾ ദി കോർപ്പറേറ്റ് ബോറോവേഴ്സ് ടു റേസ് ഷോർട്ട് ടൈം ഫണ്ട്സ്. അതായത് ഈ ഇൻസ്ട്രുമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1990-ലാണ്. ടു എനേബിൾ ദി കോർപ്പറേറ്റ് ബോറോവേഴ്സ് ടു റേസ് അവരുടെ ഷോർട്ട് ടൈം ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുക. ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഫോർ പീരീഡ് റേഞ്ചിങ് ഫ്രം 15 days to 1 year. കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള കാലാവധി 15 ദിവസം തൊട്ട് 1 വർഷം വരെയാണ്. കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ആർ ട്രാൻസ്ഫറബിൾ ബൈ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി. കൊമേഴ്സ്യൽ പേപ്പറുകൾ ട്രാൻസ്ഫർ ചെയ്യാം. The highly reputed companies, blue chip companies are the major player of commercial paper മാർക്കറ്റിൽ ഏറ്റവും ഹൈലി റെപ്യൂട്ട് ചെയ്യുന്ന കമ്പനിയാണ് ബ്ലൂ ചിപ്പ് കമ്പനി. ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അടുത്തത് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട 2 തരം ഫിനാൻഷ്യൽ മാർക്കറ്റാണുള്ളത്. ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും.
അതിൽ മണി മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞു. കോൾ മണി, ട്രഷറി ബില്ല്, കൊമേഴ്സ്യൽ പേപ്പർ. അതിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ട്രേഡ് ബിൽ. ഇനി CDs. എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്? അതിനുശേഷം ക്യാപിറ്റൽ മാർക്കറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സിൻ്റെ ഷോർട്ട് ഫോമാണ് CD. CD ആർ ദി ഷോർട്ട് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ദി കൊമേഴ്സ്യൽ ബാങ്ക് ആൻഡ് സ്പെഷ്യൽ SFIs അല്ലെങ്കിൽ സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷോർട്ട് ടൈം ഇൻസ്ട്രുമെൻ്റ് ആണ് CD അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്, വിച്ച് ആർ ഫ്രീലി ട്രാൻസ്ഫർ ഫ്രം വൺ പാർട്ടി ടു അനദർ. അതായത് ട്രഷറി ബില്ലിനെയും മറ്റ് കോൾമണിയൊക്കെ അപേക്ഷിച്ച് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് നമുക്ക് ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാം. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ് CD ഓർ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്. ദ മെച്യൂരിറ്റി പീരിയഡ് ഓഫ് CDs റേഞ്ചസ് ഫ്രം 91 days to 1 year. 91 ദിവസം മുതൽ ഒരു വർഷം വരെ, അതായത് 365 ദിവസം വരെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ കാലാവധി. These can be issued to individuals, cooperatives and companies. ഇഷ്യൂ ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിനോ, കോപ്പറേറ്റീവ്സിനോ, കമ്പനീസിനോ, കൊമേഴ്സ്യൽ ബാങ്കുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ലാസ്റ്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ട്രേഡ് ബിൽ. എന്താണ് ട്രേഡ് ബിൽ? നോർമലി ദ ട്രേഡേഴ്സ് ബൈ ഗുഡ്സ് ഫ്രം ദി ഹോൾസെയിലേഴ്സ് ഓർ മാനുഫാക്ചേഴ്സ് ഓൺ ക്രെഡിറ്റ്. സാധാരണയായി കച്ചവടക്കാർ അല്ലെങ്കിൽ ട്രേഡേഴ്സ് സാധനങ്ങൾ വാങ്ങുന്നത് ഒന്നെങ്കിൽ ഹോൾസെയിലേഴ്സിൽ നിന്നായിരിക്കും, മൊത്ത കച്ചവടക്കാരിൽ നിന്നാവും, അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് ഉൽപ്പാദകരിൽ നേരിട്ട് വാങ്ങുകയാവും ചെയ്യുക. ട്രേഡേഴ്സ് സാധാരണയായി ഗുഡ്സ് വാങ്ങുക ഒന്നെങ്കിൽ ഉൽപ്പാദകരിൽ നിന്ന് അല്ലെങ്കിൽ കച്ചവടക്കാരിൽ നിന്ന് ഓൺ ക്രെഡിറ്റിൽ വാങ്ങാറുണ്ട്, അല്ലെ കടത്തിൽ വാങ്ങാറുണ്ട്. ദ സെല്ലേഴ്സ് ഗെറ്റ് പേയ്മെൻറ്റ് ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി ക്രെഡിറ്റ് പീരീഡ്. ഈ സെല്ലേഴ്സ് ഈ പേയ്മെൻറ്റ് ക്രെഡിറ്റിൽ വാങ്ങുന്നത് കൊടുക്കുക ആ ക്രെഡിറ്റ് പീരീഡിന് അവസാനമായിരിക്കും, ആ ക്രെഡിറ്റ് പീരീഡ് അവസാനിക്കുന്നതിൻ്റെ എൻഡിലായിരിക്കും കൊടുക്കുക. ബട്ട് ഇഫ് എനി സെല്ലർ ഡസ് നോട്ട് വാണ്ട് ടു വെയിറ്റ് ഓർ ഇൻ ഇമ്മീഡിയറ്റ് നീഡ് ഓഫ് മണി. ഇനി ഏതെങ്കിലും ഒരു സെല്ലർക്ക് ഡസ് നോട്ട് വാണ്ട് ടു വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് നീഡ് ഓഫ് പെട്ടെന്നൊരു പണത്തിൻ്റെ ആവശ്യം വന്നാൽ he or she can draw bill of exchange in favor of the buyer. ബയറുടെ ഫേവറോടുകൂടി ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യാവുന്നതാണ്. വെൻ ബയർ അക്സെപ്റ്റ്സ് ദി ബിൽ, ബയർ ബിൽ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ഈസ് ടേംഡ് ആസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ട്രേഡ് ബിൽ. അതിന് പറയുന്ന പേരാണ്, ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിന് പറയുന്ന പേര് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ട്രേഡ് ബിൽ എന്ന് പറയുക. വെൻ ട്രേഡ് ബിൽ ആർ അക്സെപ്റ്റഡ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക്. കൂടുതലും ട്രേഡ് ബില്ല് അക്സെപ്റ്റ് ചെയ്യുക കൊമേഴ്സ്യൽ ബാങ്കുകളാണ്. ഇറ്റ് ഈസ് നോൺ ആസ് കൊമേഴ്സ്യൽ ബിൽസ്. ഇതിനെ കൊമേഴ്സ്യൽ ബിൽസ് എന്നും വിളിക്കുന്നു. അടുത്തത് ക്യാപിറ്റൽ മാർക്കറ്റ്. എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്? ക്യാപിറ്റൽ മാർക്കറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ മാർക്കറ്റ് ഡീലിംഗ് ഇൻ മീഡിയം ആൻഡ് ലോങ് ടേം ഫണ്ട്സ്. ക്യാപിറ്റൽ മാർക്കറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ മാർക്കറ്റ് ഡീലിംഗ് ഇൻ മീഡിയം ആൻഡ് ലോങ് ടേം ഫണ്ട്സ്. ലോങ് ടേം ഫണ്ട്സും മീഡിയം ടേം തമ്മിലുള്ള ഒരു ഡീലിങ്സ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് ഫോർ ബോറോവിംഗ് മീഡിയം ആൻഡ് ലോങ് ടേം ഫണ്ട്സ് ആൻഡ് പ്രൊവൈഡ്സ് ഫെസിലിറ്റീസ് ഫോർ മാർക്കറ്റിംഗ് ട്രേഡിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് ഫോർ ബോറോവിംഗ് മീഡിയം ടേമും ലോങ് ടേം ഫണ്ട്സുമാണ് ഉദ്ദേശിക്കുക. പ്രൊവൈഡിംഗ് ഫെസിലിറ്റീസ് ഫോർ മാർക്കറ്റിംഗ് ആൻഡ് ട്രേഡിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. So it constitutes all long-term borrowings from banks. അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്ന്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ദീർഘകാല അളവിലുള്ള ബോറോവിങ്സ്, അല്ലെങ്കിൽ ബോറോവിങ്സ് ഫ്രം ഫോറിൻ മാർക്കറ്റിൽ നിന്നുള്ള ബോറോവിങ്സ്, ആൻഡ് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ ബൈ ഇഷ്യൂയിങ് വേരിയങ് സെക്യൂരിറ്റി സച്ച് ആസ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ബോണ്ട്. ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടോ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തോ ബോണ്ട്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടോ പലതരത്തിലുള്ള സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടും ക്യാപിറ്റൽ മാർക്കറ്റിൽ യൂസ് ചെയ്യാം. The market where securities are traded is known as securities market. The market where securities are traded is known as securities market. It consists of two different segments, namely primary and secondary market. ക്യാപിറ്റൽ മാർക്കറ്റിനെ പ്രധാനമായും രണ്ടായി തിരിക്കുന്നു, പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും. അതിൽ സെക്കൻഡറി മാർക്കറ്റ്, the secondary market known as stock market or stock exchange plays an equally important role in mobilizing long-term funds
by providing the necessary liquidity to holdings in shares and debentures. Secondary market known as market or stock exchange. Secondary marketനെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നു. Plays an equally important role in mobilizing long-term funds by providing the necessary liquidity to holding in shares and debentures. It provides a place where these securities can be encashed without any difficulty and delay. യാതൊരു ബുദ്ധിമുട്ടും ഡിലേ കാലതാമസവും കൂടാതെ തന്നെ സെക്യൂരിറ്റീസ് വീണ്ടും എൻകാഷ് ചെയ്യാവുന്നതാണ്. It is an organized market where shares and debentures are traded regularly with a high degree of transparency and security. അതായത് ഷെയറുകളും ഡിബെഞ്ചറുകളും നമുക്ക് ട്രേഡഡ് റെഗുലർലി വിത്ത് ഹൈ ഡിഗ്രി ഓഫ് സെക്യൂരിറ്റി, ഹൈ ട്രാൻസ്പെറൻസിയിൽ ഇത് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇൻഫാക്ട് ആൻ ആക്റ്റീവ് സെക്കൻഡറി മാർക്കറ്റ് ഫെസിലിറ്റേറ്റ്സ് ദി ഗ്രോത്ത് ഓഫ് primary market as the investors in the primary market are assured of a continuous market for liquidity of their holdings. The major players in the primary market are merchant bankers, mutual funds, financial institutions, and the individual investors. And in the secondary market, you have all these and the stock brokers, you are members of the stock exchange who facilitate the trading. Next topic, distinguish between primary market and secondary market. Primary marketum secondary marketum തമ്മിലുള്ള വ്യത്യാസം. Following are the main points or distinction between primary. First points, function. എങ്ങനെയാണ് പ്രൈമറി മാർക്കറ്റ്സിൽ അതിൻ്റെ ഫംഗ്ഷൻ നടത്തുക? സെക്കൻഡറി മാർക്കറ്റ്. ഇൻ ഫംഗ്ഷൻ, the main function of primary market is to raise long-term funds through fresh issue of securities. The main function of primary marketന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്നുള്ളത് ലോങ് ടേം ഫണ്ടുകൾ റേസ് ചെയ്യുക ത്രൂ ഫ്രഷ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്. ഫ്രഷ് ഇഷ്യൂയിലൂടെ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തതോടെ ലോങ് ടേം ഫണ്ടുകൾ റേസ് ചെയ്യുക. എന്നാൽ the main function of secondary market is to provide continuous and ready market for the existing long-term securities. Existing long-term securitiesനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സെക്കൻഡറി മാർക്കറ്റ്. എന്നാൽ പ്രൈമറി മാർക്കറ്റ് ഫ്രഷ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ആണ്. പാർട്ടിസിപ്പൻസ്. While the major players in primary market are financial institutions, mutual funds, underwriters, individual investors, etc. അതായത് പ്രൈമറി മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളെ, മ്യൂച്വൽ ഫണ്ടുകൾ, അണ്ടർറൈറ്റേഴ്സ്, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എക്സെട്ര ആണ്. ദ മേജർ പ്ലേയേഴ്സ് ഇൻ ദി സെക്കൻഡറി മാർക്കറ്റ് ആർ ഓൾ ഓഫ് ദീസ് ആൻഡ് ദി സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഫോർ മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സെക്കൻഡറി മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ഇവരെല്ലാവരും, അതായത് അണ്ടർറൈറ്റേഴ്സും മ്യൂച്വൽ ഫണ്ട്സും ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും ഉൾപ്പെടെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉൾപ്പെടെയാണ് ഉണ്ടാവുക. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉൾപ്പെടുന്നു. First distinction, function. Second one, participants. And third one, listing requirement. While only those securities can be dealt with the secondary market which have been approved for the purpose, there is no such requirement in case of the primary market. സെക്കൻഡറി മാർക്കറ്റിലുള്ളതുപോലെ ലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾക്കൊന്നും പ്രൈമറി മാർക്കറ്റിൽ ഉൾപ്പെടുന്നില്ല. പരിമിതമായ കാര്യങ്ങളെ ഉൾപ്പെടുന്നുള്ളൂ. ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസസ്, വില തീരുമാനിക്കുക, വില നയം. ഇൻ കേസ് ഓഫ് പ്രൈമറി മാർക്കറ്റിൽ ദ പ്രൈസസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദി മാനേജ്മെന്റ്. പ്രൈമറി മാർക്കറ്റിൽ വില തീരുമാനിക്കുന്നത് മാനേജ്മെന്റ് ആണ്. ഡിറ്റർമൈൻഡ് ബൈ മാനേജ്മെന്റ് വിത്ത് ഡ്യൂ കമ്പനി സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. റിക്വയർമെന്റ് ഫോർ ന്യൂ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്, സെബിയുടെ ഫുൾ ഫോം ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. But in case of secondary market, the price of securities is determined by forces of demand and supply of market and keeps on fluctuating. Next topic is stock exchange. എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? As indicates above, stock exchange is in the term is commonly used for a secondary market. Secondary marketലാണ് കൂടുതലായും സ്റ്റോക്ക് എക്സ്ചേഞ്ച് യൂസ് ചെയ്യുക. Is the term commonly used for a secondary market which provide a place where different types of existing securities
അതായത് സെക്കൻഡറി മാർക്കറ്റിൽ നിലവിൽ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസിന് മേലെയാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ എക്സിസ്റ്റിംഗ് സച്ച് ആസ് ഷെയർസ്, തരത്തിലുള്ള സെക്യൂരിറ്റീസ്, ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ബോൺസ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എക്സെട്ര. A stock exchange is generally organized as an association, society or a company with a limited number of members. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് ഒരു അസോസിയേഷൻ്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്നതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സവിശേഷതകൾ താഴെ പറയുന്നവയാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് മാർക്കറ്റ്. ഇതൊരു ഓർഗനൈസ്ഡ് മാർക്കറ്റാണ്, സംഘടിത വിപണിയാണ്. നമ്പർ ടു, ഇറ്റ് പ്രൊവൈഡ്സ് എ പ്ലേസ് വെയർ എക്സിസ്റ്റിംഗ് ആൻഡ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ് ഈസിലി. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിലവിലുള്ളതും അതുപോലെ അംഗീകൃതമായ സെക്യൂരിറ്റീസും വാങ്ങുകയും വിൽക്കുകയും ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. മൂന്നാമത്തത്, ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് transactions take place between its members or their authorized agents. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രാൻസാക്ഷൻ നടന്നത് പ്ലേസ് ബിറ്റ്വീൻ ഇറ്റ്സ് മെമ്പറും അതിൻ്റെ ഓതറൈസ്ഡ് ഏജൻറ്റും അംഗീകൃത ഏജൻറ്റും തമ്മിലായിരിക്കും ട്രാൻസാക്ഷൻ നടക്കുക. ഫോർത്ത് വൺ, ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെഗുലേറ്റഡ് ബൈ റൂൾസ് ആൻഡ് ബൈലോസ് ഓഫ് ദി കൺസേൺഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട റൂൾസും ലോസും അനുസരിച്ച് മാത്രമായിരിക്കും ട്രാൻസാക്ഷൻ ഇടപാടുകൾ നിയന്ത്രിക്കുക. ഫിഫ്ത്ത് വൺ, ലാസ്റ്റ് വൺ, ഇറ്റ് മേക്സ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവൈലബിൾ ടു പബ്ലിക് ഇൻ റിഗാർഡ് ടു പ്രൈസസ് ആൻഡ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് എവറി ഡേ. എല്ലാ ദിവസവും കംപ്ലീറ്റ് ഇൻഫർമേഷൻ പബ്ലിക്കിന് ലഭ്യമായിരിക്കണം. കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവൈലബിൾ ടു പബ്ലിക്, അതായത് വിലയുടെ കാര്യത്തിലും വോളിയത്തിൻ്റെ ട്രാൻസാക്ഷൻ്റെ വോളിയത്തിൻ്റെ കാര്യത്തിൽ വിലയുടെ കാര്യത്തിലെല്ലാം പബ്ലിക്കിന് ഓൾറെഡി കംപ്ലീറ്റ് ഇൻഫർമേഷൻ നൽകിയിരിക്കണം. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് പറഞ്ഞത്. ഒരു സംഘടിത വിപണിയാണ്, അതുപോലെ തന്നെ നിലവിൽ എക്സിസ്റ്റിങ്ങും അപ്രൂവ്ഡ് സെക്യൂരിറ്റീസും ഈസി ആയിട്ട് വോട്ട് ചെയ്യുകയും സോൾവ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ ട്രാൻസാക്ഷൻ മെമ്പേഴ്സും ഓതറൈസ്ഡ് ഏജൻസും തമ്മിലാണ് ട്രാൻസാക്ഷൻ ഉണ്ടാവുക. എല്ലാ ട്രാൻസാക്ഷനും റെഗുലേറ്റ് ചെയ്യുന്ന റൂൾസ് ആൻഡ് ലോസ് ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റൂൾസ് ആൻഡ് ലോയും അനുസരിച്ചായിരിക്കും. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവൈലബിൾ ടു ദി പബ്ലിക്. നെക്സ്റ്റ് ടോപ്പിക്ക്, ഫങ്ഷൻസ് ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ധർമ്മങ്ങൾ. എന്തെല്ലാം ധർമ്മങ്ങളാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുണ്ടാവും? ഒന്നാമത്തെ ധർമ്മം, പ്രൊവൈഡ്സ് റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ്. provides ready and continuous market. By providing a place where listed securities can be bought and sold regularly and conveniently, a stock exchange ensures a ready and continuous market for various shares, debentures, bonds and government securities. ഷെയർ, ഡിബെഞ്ചർ, ബോണ്ടുകൾ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇതിൻ്റെ എല്ലാം പെട്ടെന്ന് തന്നെയുള്ള കണ്ടിന്യൂസ് ആയ ഒരു മാർക്കറ്റിൻ്റെ വിപണി ഉണ്ടാകുന്നു. ദിസ് ലെൻസ് എ ഹൈ ഡിഗ്രി ഓഫ് ലിക്വിഡിറ്റി. ഇത് അതുകൊണ്ട് തന്നെ ഇതിനൊരു ഹൈ ഡിഗ്രി ലിക്വിഡിറ്റിയും ഉണ്ടാകുന്നു. നെക്സ്റ്റ്, പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് പ്രൈസസ് ആൻഡ് സെയിൽസ്. വിലയെ സംബന്ധിച്ചും അതുപോലെ തന്നെ വിൽപ്പനയെ സംബന്ധിച്ചും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. കംപ്ലീറ്റ് ഇൻഫർമേഷൻ പബ്ലിക്കിന് കൊടുക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെയിൻറ്റെയിൻസ് ദി കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ്. അതായത് ട്രാൻസാക്ഷൻസിൻ്റെ എല്ലാ റെക്കോർഡുകളും കംപ്ലീറ്റ് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ് എവറി ഡേ ആൻഡ് സപ്ലൈസ് റെഗുലർ ഇൻഫർമേഷൻ പ്ലേസസ് ആൻഡ് വോളിയംസ് ടു പ്രസ് ആൻഡ് അതർ മീഡിയ. പബ്ലിക്കിനെ അറിയിക്കുക. മൂന്നാമത്തെ ഫംഗ്ഷൻ, പ്രൊവൈഡ്സ് സേഫ്റ്റി ടു ഡീലിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിലും ഇടപാടിലും ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. നമ്മൾ കൊടുക്കുന്ന നിക്ഷേപങ്ങളിലും അതുപോലെ തന്നെ ഇടപാടുകളിലും എപ്പോഴും ഒരു സുരക്ഷിതത്വം നൽകുന്നു. ട്രാൻസാക്ഷൻ ഓൺ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആർ കണ്ടക്റ്റഡ് ഓൺലി എമംഗ്സ്റ്റ് ഇറ്റ്സ് മെമ്പേഴ്സ് വിത്ത് ആഡിക്വേറ്റ് ട്രാൻസ്പെറൻസി ആൻഡ് ഇൻ സ്ട്രിക്റ്റ് കൺഫോമിറ്റി ടു ഇറ്റ്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് ഇൻക്ലൂഡ് ദി പ്രൊസീജിയർ ആൻഡ് ടൈമിംഗ്സ് ഓഫ് ഡെലിവറി ആൻഡ് പേയ്മെന്റ് ടു ബി ഫോളോഡ്. ദിസ് പ്രൊവൈഡ്സ് ഹൈ ഡിഗ്രി ഓഫ് സേഫ്റ്റി ടു ഡീലിംഗ്സ് അറ്റ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദർ ഇസ് ലിറ്റിൽ റിസ്ക് ഓഫ് ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് non-payment or non-delivery. Securities and Exchange Board of India. Stock Exchange Board of India also regulates the business in stock exchanges in India and working of the stock brokers.
3 ഫംഗ്ഷനുകളാണ് പ്രധാനമായും. ഫസ്റ്റ് വൺ റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ്. സെക്കൻഡ് വൺ provides information about prices and sales. Third one provides safety to dealings and investment. Fourth one helps in mobilization of savings and capital formation. Efficient functioning of stock market creates a conducive climate for an active and growing primer. Good performance and outlook for shares in the stock exchange imparts buoyancy to the new issue market. അതായത് helps in mobilization of savings and capital formation. Capital formation രൂപീകരണത്തിന് ഒരു mobilization. Fifth one, barometer of economic and business condition. Stock exchange reflect the changing conditions of economic health of a country, as the shares price are highly sensitive to changing economic, social, political and conditions. Better allocation of funds. As a result of stock market transactions, fund flow from the less profitable to more profitable enterprises, and they avail of greater potential for growth. Financial resources of the economy are thus better allocated. Next, advantages of stock exchanges. Stock exchange-ന്റെ നേട്ടങ്ങൾ. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിന്റെ നേട്ടങ്ങൾ രണ്ട് വ്യൂവിൽ കാണാം. ഇൻവെസ്റ്റേഴ്സിന്റെ വ്യൂവിലും മൂന്ന് രീതിയിൽ കാണാം. സൊസൈറ്റിയുടെ വ്യൂവിലും, ഇൻവെസ്റ്റേഴ്സിന്റെ വ്യൂവിലും, അതുപോലെ തന്നെ കമ്പനി വ്യൂവിലും പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നേട്ടം പറയുക. ഫസ്റ്റ് കമ്പനീസ് പോയിന്റ് ഓഫ് വ്യൂ. കമ്പനിയുടെ വ്യൂവിൽ എങ്ങനെയാണ് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നേട്ടം ഉണ്ടാവും? ഫസ്റ്റ് വൺ, the companies whose securities have been listed on a stock exchange enjoy a better goodwill and credit standing. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ബെറ്റർ ഗുഡ്വിൽ ആൻഡ് ക്രെഡിറ്റ്. ഗുഡ്വിൽ മീൻസ് സൽപ്പേര്. സ്റ്റാൻഡിങ് ദാൻ അതർ. മറ്റു കമ്പനികളെ അപേക്ഷിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെക്യൂരിറ്റീസ് ഉള്ളിടത്ത് കൂടുതൽ ഗുഡ്വിൽ ഉണ്ടാകുന്നു, ക്രെഡിറ്റ് സ്റ്റാൻഡിങ് ഉണ്ടാകുന്നു. ബിക്കോസ് ദേ ആർ സപ്പോസ്ഡ് ടു ബി ഫിനാൻഷ്യലി സൗണ്ട്. അതായത് ഫിനാൻഷ്യലി സൗണ്ട് ആണ്, അതായത് ഫിനാൻഷ്യലി കേപ്പബിൾ ആണ് എന്നുള്ളൊരു ഊഹം വരുന്നു കമ്പനികൾക്ക്. രണ്ടാമത്തത്, ദ മാർക്കറ്റ് ഫോർ ദർ സെക്യൂരിറ്റീസ് ഇൻ എൻലാർജ്ഡ് ആസ് ദി ഇൻവെസ്റ്റേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് ബിക്കം അവെയർ ഓഫ് സച്ച് സെക്യൂരിറ്റീസ് ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻവെസ്റ്റ്. പുതിയതായിട്ട് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. ഇൻവെസ്റ്റേഴ്സ് അതുപോലെ തന്നെ വേൾഡ് ലെവലിലെ ഇൻവെസ്റ്റേഴ്സ് വർദ്ധിക്കുന്നു. 3, ആസ് എ റിസൾട്ട് ഓഫ് എൻഹാൻസ്ഡ് ഗുഡ്വിൽ ആൻഡ് ഹയർ ഡിമാൻഡ്. ഗുഡ്വിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നതനുസരിച്ച് ദി വാല്യൂ ഓഫ് ദർ സെക്യൂരിറ്റീസ് ഓൾസോ ഇൻക്രീസസ്. അതായത് അതിൻ്റെ വാല്യൂവും, സെക്യൂരിറ്റീസിൻ്റെ വാല്യൂവും ഇൻക്രീസസ് ചെയ്യുന്നു. 4th one, the companies have the convenience to decide upon the size, price and timing of the issue. കമ്പനീസിൽ കൺവീനിയൻസ് ആയി ഡിസൈഡ് അപ്പോൺ, അതായത് സൈസിന് മേലെ, പ്രൈസിന് മേലെ അല്ലെങ്കിൽ ടൈമിങ്ങിന് മേലെ ഒരു കൺവീനിയൻസ് ആയ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നു. അടുത്തത്, ടു ദി ഇൻവെസ്റ്റേഴ്സ്. The investors enjoy the ready availability of the facility and convenience of buying and selling the securities at will and at an opportune time. ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തെല്ലാം നേട്ടം? ഇൻവെസ്റ്റേഴ്സിന് റെഡി അവൈലബിലിറ്റി ഓഫ് ഫെസിലിറ്റി, അതുപോലെ തന്നെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും, സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും കൺവീനിയൻസ് ആണ്. ബിക്കോസ് ഓഫ് ദി അഷ്വേർഡ് സേഫ്റ്റി ആൻഡ് ഡീലിംഗ്സ് അറ്റ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇൻവെസ്റ്റേഴ്സ് ആർ ഫ്രീ ഫ്രം എനി ആങ്ഷൈറ്റി. അതായത് ഇൻവെസ്റ്റേഴ്സിന് ഒരു ആങ്ഷൈറ്റിയുടെ ആവശ്യമില്ല. അഷ്വേർഡ് സേഫ്റ്റി, ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഡെലിവറിയിൽ. തേർഡ് വൺ, അവൈലബിലിറ്റി ഓഫ് റെഗുലർ ഇൻഫർമേഷൻ ഓൺ പ്രൈസസ് ഓഫ് സെക്യൂരിറ്റീസ് ട്രേഡഡ് അറ്റ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹെൽപ്പ് ദം ഇൻ ഡിസൈഡിങ് ഓൺ ദ ടൈമിംഗ് ഓഫ് ദർ പർച്ചേസ് ആൻഡ് സെയിൽസ്. ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള ഒരു സമയത്തിന് ഒരു കറക്റ്റ് ടൈമിംഗ് തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു. 4th വൺ, ഇറ്റ് ബിക്കംസ് ഈസിയർ ഫോർ ദം ടു റേസ് ലോൺ ഫ്രം ബാങ്ക്സ്. ബാങ്കുകളിൽ നിന്നും ലോണുകൾ എളുപ്പമാക്കുന്നു. ബിക്കോസ് ബാങ്ക്സ് പ്രിഫർ ആസ് അക്കൗണ്ട് ഓൺ ലിക്വിഡിറ്റി കൺവീനിയന്റ് ലൊക്കേഷൻ. ബാങ്ക്സുകൾക്കും കൂടുതൽ പ്രിഫർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനായിരുന്നു. ഇനി സൊസൈറ്റിക്ക് എങ്ങനെയാണ്? ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയുടെ വ്യൂവിൽ അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നേട്ടങ്ങൾ.
The availability of avenues of investment and the liquidity thereof induces people to save and invest in long-term security. അതായത് ജനങ്ങൾ ലോങ് ടൈം സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യാനും സേവ് ചെയ്യാനുമായിട്ട് മുമ്പോട്ട് വരുന്നു. ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ദിസ് ലീഡ്സ് ടു ഇൻക്രീസ് ദ ക്യാപിറ്റൽ ഫോർമേഷൻ ഓഫ് ദ കൺട്രി. ധാരാളം ആൾക്കാർ മുമ്പോട്ട് വരുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ കൊടുക്കാനുള്ള ഒറ്റ മെയിൻ പോയിന്റ് ക്യാപിറ്റൽ ഫോർമേഷൻ increases the capital formation. Next, the facility for convenient purchase and sale of securities at the stock exchange provides support to new issue market. Facility for convenient purchase and sale of securities at the stock exchange provides support to new issue market. Third one, the stock exchange facilitates realization of financial resources to more profitable and growing industrial units where investors can easily increase their investment substantially. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫെസിലിറ്റി അതായത് റിയലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ മോർ പ്രോഫിറ്റബിൾ വീണ്ടും ലാഭകരമാക്കുന്നു. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ യൂണിറ്റിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക. ഫിഫ്ത്ത് വൺ, ദ വോളിയം ഓഫ് ആക്ടിവിറ്റി അറ്റ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആക്ടിവിറ്റിയുടെ വോളിയം വർദ്ധിപ്പിക്കുന്നു. ആൻഡ് ദി മൂവ്മെൻറ്റ് ഓഫ് ഷെയർ പ്രൈസസ് റിഫ്ലക്ട് ദ ചേഞ്ചിങ് എക്കണോമിക് ഹെൽത്ത്. Since government securities are also traded at the stock exchange, the government borrowing is highly facilitated. The bonds issued by governments, electricity board, municipal corporations, etc. ഇനി ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലിമിറ്റേഷൻസ് പ്രധാനമായും 2 ലിമിറ്റേഷൻസ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുള്ളത്. എക്സസീവ് സ്പെക്കുലേഷൻസ് അധികമായി വരുന്ന ഊഹങ്ങളാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എങ്ങനെയാവും എന്നുള്ളൊരു ഊഹക്കച്ചവടത്തിൻ്റെ പുറത്താണ് പോവുക. എക്സസീവ് സ്പെക്കുലേഷൻസ്. രണ്ടാമത്, സെക്യൂരിറ്റി പ്രൈസ് ഫ്ലക്ച്വേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പൊളിറ്റിക്കൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ് ആൻഡ് റൂമേഴ്സ്. സെക്യൂരിറ്റി പ്രൈസിനെ കൂടുതലും രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളും പിന്നെ റൂമറുകളും സ്വാധീനിക്കുന്നു. ഈ 2 ലിമിറ്റേഷനാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പ്രധാനമായും ഉണ്ടാകുന്നത്. ഇനി സ്പെക്കുലേഷൻ ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സ്പെക്കുലേഷൻസ് എന്തെല്ലാം ഊഹാപോഹങ്ങളാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ടാവുക. ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അറ്റ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അണ്ടർടേക്ക് 2 ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ബയേഴ്സും വാങ്ങുന്നവരും വിൽക്കുന്നവരും 2 തരത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുക. 2 ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ്. 1 ഫോർ സ്പെക്കുലേഷൻ, ഒന്ന് സ്പെക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ദി അതർ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒന്ന് ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. ദോസ് ഹൂ ബൈ സെക്യൂരിറ്റീസ് പ്രൈമർലി ടു ഏൺ എ റെഗുലർ ഇൻകം ഫ്രം സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പോസിബിളി മേക്ക് സം ലോങ് ടൈം ഗെയിൻ ഓൺ അക്കൗണ്ട് ഓഫ് പ്രൈസ് റൈസ് ഇൻ ഫ്യൂച്ചർ ആർ കോൾഡ് ഇൻവെസ്റ്റേഴ്സ്. അതായത് ആരാണോ സെക്യൂരിറ്റീസ് വാങ്ങി റെഗുലർ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഇത് ലോങ് ടൈം ഗെയിൻ എടുത്ത് അത്തരത്തിൽ ഭാവിയിലേക്ക് പ്രൈസ് ഉയരുമെന്ന് പ്രതീക്ഷിച്ച് ലോങ് വിടുന്നത്, അത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നു. ദ ടേക്ക് ഡെലിവറി ഓഫ് ദി സെക്യൂരിറ്റീസ് ആൻഡ് മേക്ക് ഫുൾ പേയ്മെൻറ്റ് ഓഫ് ദി പ്രൈസ്. അവരുടെ പ്രൈസിൻ്റെ ഫുൾ ഡെലിവറിയും പേയ്മെൻറ്റ് നടത്തുന്നു. അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആർ കോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻസ്. ഏർലി ട്രേഡിംഗ് ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് വാസ് ഹെൽഡ് ഫേസ് ടു ഫേസ് വിതൗട്ട് ദി യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദി അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആസ് ഇറ്റ്സ് ടുഡേ. പണ്ട് ഫേസ് ടു ഫേസ് ആയിട്ടായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ വന്നു, സോഫ്റ്റ്വെയർ യൂസ് ചെയ്തോടി കമ്പ്യൂട്ടറിൻ്റെ യൂസ് വന്നിട്ട് അതിന് മാറ്റങ്ങളുണ്ടായി. ഇൻ ദോസ് ടൈംസ് ട്രാൻസാക്ഷൻസ് വർ സെറ്റിൽഡ് ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൺലി ഓൺ എ ഫിക്സഡ് ഡേ ഓഫ് ദി വീക്ക്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് നടത്തുക ഏതെങ്കിലും ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും. അത് ഫിക്സഡ് ആണ് ഡേ. ഒന്നെങ്കിൽ സാറ്റർഡേ ആകുമ്പോൾ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് സാറ്റർഡേ വരും. വെനസ്ഡേ ആണെങ്കിൽ നെക്സ്റ്റ് വെനസ്ഡേ, റെസ്പെക്റ്റീവ് ഓഫ് വിച്ച് ഡേ ഓഫ് ദി വീക്ക് ഷെയർസ് വർ ബ്രോട്ട് ആൻഡ് സോൾഡ്. ദിസ് വാസ് കോൾഡ് ഫിക്സഡ് സെറ്റിൽമെൻറ്റ്. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? ഫിക്സഡ് സെറ്റിൽമെൻറ്റ് എന്ന് വിളിക്കുന്നു. ടുഡേ വിത്ത് ദി ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ആൻഡ് ക്യാരി, ഇന്ന് കമ്പ്യൂട്ടർ റെക്കോർഡിംഗ് സിസ്റ്റംസും ഉള്ളതുകൊണ്ട് ക്യാരിങ് ഔട്ട് ഓഫ് ഷെയർ ട്രാൻസ്ഫർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗോയിങ് റോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. കമ്പ്യൂട്ടർ ഇന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. That means transactions are settled after a fixed number of days of the transaction rather than a particular day of the week. ഒരു നിശ്ചിത ഡേയിൽ വെക്കാതെ പർട്ടിക്കുലർ ഡേയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും.
ഇനി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എങ്ങനെയാണ്? എവിടെയാണ് ആദ്യം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒറിജിനേറ്റ് ചെയ്തത്, ഓർഗനൈസ് ചെയ്ത് ഏത് ഇയറിലാണ്? എന്താണ് NSE, എന്നാണ് BSE? അപ്പോൾ നോക്കുക. ഫസ്റ്റ് ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് ഇൻ മുംബൈ. ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർഗനൈസ്ഡ് ചെയ്തത് മുംബൈയിലാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറിയപ്പെടുക ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ BSE എന്നാണ് അറിയപ്പെടുക. ഇറ്റ് വാസ് ഫോളോഡ് ബൈ അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ 1894 ആൻഡ് കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ 1908. ഇത് ഫോളോ ചെയ്ത് വരുന്നു അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ 1894 അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതിനുശേഷം 1908 കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച്. The number of stock exchange in India went up to 7 by 939 as it increased to 21. അതായത് 1939 തൊട്ട് 1945 വരെ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത്, ഡ്യൂറിങ് ദി സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് പല സ്പെക്കുലേഷൻസും ഇത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സംബന്ധിച്ചുണ്ടായി. അത് 7-ൽ നിന്നും 21 ആയി. അതായത് 7 സ്റ്റോക്ക് എക്സ്ചേഞ്ച് 7-ൽ നിന്നും 21 ആയി. പിന്നീട് 1945 വന്നു. A number of unorganized stock exchange also functioned in the country without any formal setup were known as market. The Security Contracts Regulation Act was passed in 1956 for recognition and regulation of stock exchange in India. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ റെഗുലേഷൻ ചെയ്യുന്നതിനും വേണ്ടി ഒരു പുതിയൊരു ആക്ട് നിലയിൽ വന്നു 1956. ആ ആക്ടാണ് ദ സെക്യൂരിറ്റി റെഗുലേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്ട് എന്ന് പറയും. അറ്റ് പ്രസന്റ് വി ഹാവ് 23 സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ മൊത്തം 23 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ട്. ഓഫ് ദീസ് ദി മോസ്റ്റ് പ്രോമിനന്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദാറ്റ് കെയിം അപ്പ് ഇൻ, അതിൽ ഏറ്റവും പ്രോമിനന്റ് ഘടകമായ സ്റ്റോക്ക്, ഏറ്റവും പ്രോമിനന്റ് എന്ന് പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, NSE. ഇറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഇൻ മുംബൈ. ഇതും മുംബൈനെ ബേസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുക. ആൻഡ് വാസ് പ്രൊമോട്ടഡ് ബൈ ദ ലീഡിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ 1992. 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിച്ചത് 1992 അതിൻ്റെ പ്രവർത്തനങ്ങൾ കമൻസ്ഡ് ഓപ്പറേഷൻസ് 1994. This stock exchange has a corporate structure, fully automated screen-based trading and nationwide coverage. Next, regulations of stock exchange. Stock exchange regulations. എന്തെല്ലാം റെഗുലേഷനുകളാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടാവും? In 1956, the Securities Contract Regulation Act was passed, which provided for recognition of stock exchange by the central government. It has also the provision of framing of proper bylaws by every stock exchange was a regulation and control of their functioning subject to the approval by the government. It has also provision of framing of പ്രോപ്പർ ബൈലോ. എല്ലാ ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഈ 1956 റെഗുലേഷൻ്റെ കീഴിലായിരിക്കണം പ്രവർത്തിക്കണം. അതായത് അണ്ടർ ദി ആക്ട് ദ ഗവൺമെൻറ് പ്രൊമോട്ടഡ് ദ സെക്യൂരിറ്റീസ് റെഗുലേഷൻസ് 1957 which provide for the procedures followed for recognition of the stock, submission of periodic returns, annual returns, അതുപോലെ ഗവൺമെൻറ് പറയുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ ആനുവൽ റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യണം, പീരിയോഡിക് റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യണം, അതെല്ലാം പ്രവർത്തന ലിസ്റ്റ് റിക്വയർമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി എന്താണ് സെബി? റോൾ ഓഫ് സെബി. സെബിയുടെ പങ്ക് എന്താണ്? സെബി മീൻസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ആസ് പാർട്ട് ഓഫ് എക്കണോമിക് റിഫോംസ് program started in June 1991, the government of India initiated several capital market reforms which induced the abolition of the office of the controller of capital issues and granting statutory recognition to Securities Exchange Board of India. Securities Stock Exchange Board of India സ്ഥാപിച്ചു. 19 എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സെബി സ്ഥാപിച്ചത്? എന്ത് റോളാണ് സെബിക്കുള്ളത്? Protecting the interest of investors in securities. Protecting the interest of investors in securities. സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റേഴ്സിനുള്ള ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക. പ്രൊമോട്ടിംഗ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക.
റെഗുലേറ്റിംഗ് ദി സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുക. മാറ്റേഴ്സ് കണക്റ്റഡ് ദെയർ വിത്ത് ഇൻസിഡൻറ്റ് ദെയർ. നെക്സ്റ്റ്, SEBI has been vested with the necessary powers concerning various aspects of capital market such as, അതായത് സെബിക്ക് പവറുകൾ ആവശ്യമുണ്ട്, അധികാരങ്ങൾ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കീഴിൽ. ഫസ്റ്റ് വൺ, റെഗുലേറ്റിംഗ് ദ ബിസിനസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് എനി അതർ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അതായത് റെഗുലേറ്റിംഗ് ദ ബിസിനസ്സിനെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുള്ള ബിസിനസ്സിനെ നിയന്ത്രിക്കുക. നമ്പർ 2, registering and regulating the working of various intermediaries and mutual funds. രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക വേരിയസ് ഇൻ്റർമീഡിയറീസ്. തേർഡ് വൺ, പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ്. പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ദി സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ്. പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഇൻ്റർമീഡിയറീസ്. Prohibiting insider trading and unfair trade practices. Regulating substantial acquisition of shares and takeover the companies. Calling for information, undertaking inspection, conducting inquiries on organization, stock market, etc. സെബിയുടെ പ്രധാനപ്പെട്ട റോള് 4 ആണ് ഇമ്പോർട്ടൻ്റ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുന്നു. നെക്സ്റ്റ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രോമിനൻ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് നാഷണൽ NSCI? NSCIയുടെ ഒബ്ജക്റ്റീവ്സ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് എ നേഷൻ വൈഡ് ട്രാൻസ്പെറൻറ്റ് മാർക്കറ്റ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ്. ടു പ്രൊവൈഡ് എ നാഷൻ വൈഡ് ട്രാൻസ്പെറൻറ്റ് മാർക്കറ്റ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി. എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റീസിന് വേണ്ടി ഒരു നാഷൻ വൈഡ് ട്രാൻസ്പെറൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. ടു എൻഷുർ ആക്സസ് ടു ഇൻവെസ്റ്റേഴ്സ് ഓൾ ഓവർ ദ കൺട്രി ത്രൂ ആൻ അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. അനുയോജ്യമായ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലൂടെ ഇൻവെസ്റ്റേഴ്സിനെ ഓൾ ഓവർ ദ കൺട്രി, രാജ്യത്തുടനീളം ഉള്ള ഇൻവെസ്റ്റേഴ്സിനെ ആക്സസ് ചെയ്യുക. തേർഡ് വൺ, ടു പ്രൊവൈഡ് ആൻ എഫിഷ്യൻറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് യൂസിങ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം. ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഒരു എഫിഷ്യൻറ്റ് സെക്യൂരിറ്റീസ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക. ഫോർത്ത് വൺ, ടു മേക്ക് അവൈലബിൾ ഷോർട്ടർ സെറ്റിൽമെൻറ്റ് സൈക്കിൾസ് ആൻഡ് ബുക്ക് എൻട്രി സെറ്റിൽമെൻറ്റ് സിസ്റ്റം. ഫിഫ്ത്ത് വൺ, ടു മീറ്റ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുക. ട്രേഡിംഗ് പ്രൊസീജിയർ ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ട്രേഡിംഗ് പ്രൊസീജിയർ, ട്രേഡിംഗ് നടപടിക്രമങ്ങൾ എന്തെല്ലാം പ്രൊസീജിയേഴ്സിലൂടെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോവുക? ഫസ്റ്റ് ഓഫ് ഓൾ, സെലക്ഷൻ ഓഫ് എ ബ്രോക്കർ. ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ബ്രോക്കറെ തിരഞ്ഞെടുക്കുന്നു. ഫസ്റ്റ്ലി, ഇൻവെസ്റ്റർ ചൂസസ് ദി ബ്രോക്കർ ത്രൂ ഹും വിൽ ബൈ ഓർ സെൽ ദി സെക്യൂരിറ്റി. ആദ്യമേ ഇൻവെസ്റ്റർ ബ്രോക്കറെ തിരഞ്ഞെടുക്കുന്നു, ആരിലൂടെ വാങ്ങാം അല്ലെങ്കിൽ ആരിലൂടെ സെക്യൂരിറ്റീസ് വിൽക്കാം. ആഫ്റ്റർ ഫിക്സിംഗ് ദി ബ്രോക്കറെ നിശ്ചയിച്ചതിന് ശേഷം പ്ലേസ്മെന്റ് ഓഫ് ഓർഡർ. ദി ഇൻവെസ്റ്റർ പ്ലേസസ് ദി ഓർഡർ സ്റ്റാർട്ടിങ് ദ നെയിം ഓഫ് ദ കമ്പനി. ഏത് കമ്പനിയുടെ സെക്യൂരിറ്റിയാണ്, എത്ര ഷെയർസ് വാങ്ങാൻ സാധിക്കും, നമ്പർ ഓഫ് ഷെയർസ് ടു ബി ബോട്ട് ഓർ സോൾഡ്, വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യും, സോൾഡ് പ്രൈസ് ആൻഡ് വിച്ച് ട്രാൻസാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം ബ്രോക്കറെ നിശ്ചയിക്കുന്നു. ബ്രോക്കറെ നിശ്ചയിച്ചതിന് ശേഷം പ്ലേസ്മെന്റ് ഓഫ് ഓർഡർ, അതിനുശേഷം ട്രേഡ് ബൈ ദി ബ്രോക്കറിലൂടെ ട്രേഡ് നടത്തും. ബ്രോക്കർ മേക്സ് ദി ഡീൽ ഇഫ് ദി ഡിസൈഡ് പ്രൈസ് ഇസ് കോട്ടഡ് ബൈ മനി ബയർ ഓർ സെല്ലർ. കമ്പ്യൂട്ടറിലൂടെ കിട്ടുന്ന ആ പ്രൈസ് വെച്ചിട്ട്, ഡിസൈഡ് പ്രൈസ് വെച്ച് ബ്രോക്കറാണ് ഡീൽ ചെയ്യുക. ട്രാൻസാക്ഷൻസ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്യാൻ ബി ഓൺ ക്യാഷ് ബേസിസ് ഓർ ക്യാരി ഓവർ ബേസിസ്. ഫോർത്ത് വൺ, ഇൻഫർമേഷൻ ടു ഇൻവെസ്റ്റർ. ദ ബ്രോക്കർ ഇൻഫോംസ് ദി ഇൻവെസ്റ്റർ അബൌട്ട് ദി ഡീൽ. ദ ബ്രോക്കർ ഇൻവെസ്റ്ററെ ഇൻഫോം ചെയ്യും. ബ്രോക്കർ ഇൻഫോംസ് ദി ഇൻവെസ്റ്റർ അബൌട്ട് ദി ഡീലിനെ കുറിച്ച് ബ്രോക്കറാണ് ഇൻവെസ്റ്ററോട് ഡീൽ ചെയ്യുക. ദ ബയർ മേക്സ് അറേഞ്ച്മെന്റ് ഫോർ പേയ്മെന്റ്. നെക്സ്റ്റ്, സെറ്റിൽമെന്റ്. ഓൾ ട്രാൻസാക്ഷൻസ് ഓഫ് സെറ്റിൽഡ് ത്രൂ ദി ക്ലിയറിംഗ് ഹൗസ് ഓർ ത്രൂ ഇലക്ട്രോണിക് ബുക്ക് എൻട്രി. ഇലക്ട്രോണിക് ബുക്ക് എൻട്രിയിലൂടെ അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസിലൂടെയാണ് ട്രാൻസാക്ഷനുകൾ നടത്തുക. സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊസീജിയേഴ്സ് ആണ്. ഫസ്റ്റ്, സെലക്ഷൻ ഓഫ് ബ്രോക്കർ. സെക്കൻഡ് വൺ, പ്ലേസ്മെന്റ് ഓഫ് ഓർഡർ. തേർഡ് വൺ, ട്രേഡ് ബൈ ദി ബ്രോക്കർ.
Fourth one, information to the investor. And fifth one, settlement. Next, depository services. എന്താണ് depository services? The Depositories Act 1996 introduced the depository service system in India. The constitution of deposit systems. ഏതൊക്കെയാണ് പ്രധാനമായും mainly 4 important depository services: depository participants, issuing company, and investors. Services provided by depository provided ചെയ്യുന്ന സർവീസുകൾ. Dematerialization, that is converting physical certificates to electronic form. Dematerialization, transfer of securities, and settlement of trade. First, dematerialization, rematerialization, transfer of securities, settlement of trade. What is dematerialization? Converting physical certificate to electronic form. Physical certificates ne electronic form like change ചെയ്യുന്നതാണ് dematerialization. That is getting physical certificates from the electronic certificate. Electronic securities il ninnum kittunna physical certificates ആണ് rematerialization. This is the reverse of dematerialization. അല്ലെങ്കിൽ dematന്റെ നേരെ റിവേഴ്സ് ആണ് remat അല്ലെങ്കിൽ rematerialization വരിക. മൂന്നാമത്തെ സർവീസസ് ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ്. നാലാമത്തത് സെറ്റിൽമെന്റ് ഓഫ് ട്രേഡ്. Working of depository system. Investor must submit demat request form along with the certificate to DP. DPയുടെ ഒപ്പം ഡിമാറ്റ് ഫോം എന്തായ നിർബന്ധമായും ഇൻവെസ്റ്റർ സബ്മിറ്റ് ചെയ്തിരിക്കണം. DP submits the DRF and share certificate issuing company intimates the depository. The company verifies the DRF and share certificate. Company DRFും ഷെയർ സർട്ടിഫിക്കറ്റും തമ്മിൽ വെരിഫൈ ചെയ്യുന്നു. Then the company converts the dematerialization to the depository. Depository informs the same to DP. DP then credits investors' demat account with the shares. DP sends a statement of an account to the investor. Benefits of depository service. എന്തെല്ലാം നേട്ടങ്ങളാണ് ഈ ഡെപ്പോസിറ്ററി സർവീസസിന് ഉണ്ടാവുക? താഴെ പറയുന്ന കാരണങ്ങൾ കൊണ്ട് ഡെപ്പോസിറ്ററി സർവീസസ് വളരെയധികം നേട്ടങ്ങൾ. ഏതൊക്കെയാണ് കാരണങ്ങൾ? Sale and purchase of shares and stock of any company on any stock exchange is facilitated by depository services. Number 2, saves time. No paperwork. പേപ്പർവർക്കുകളില്ല. ലോവർ ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഈസി ഇൻ ട്രേഡിംഗ്. ട്രാൻസ്പെറൻസി ഇൻ ട്രാൻസാക്ഷൻസ്. Physical presence of investor not required in stock exchange. Risk of loss and mutualization of security certificate is eliminated.